എടോ ഞാൻ പറഞ്ഞില്ലേ, ഫുൾ പൈസക്ക് ഫുൾ സ്ക്രിപ്റ്റ്, പാതി പൈസക്ക് പാതി സ്ക്രിപ്റ്റ്. അതാ എന്റെ രീതി. ഓ, ഞാൻ എറണാകുളത്തുണ്ട്. താൻ എന്റെ ഗൂഗിൾ പേയിലേക്ക് കാശയക്ക്, ഫുൾ സ്ക്രിപ്റ്റ് മെയിലായിട്ട് അവിടെ എത്തും. ഓക്കെ. പാതി പൈസേ. ഹായ്, നിങ്ങളായിരുന്നല്ലേ? ചേട്ടൻ നേരത്തെ വന്നല്ലേ? ഓ ചേട്ടാ, ഞാൻ ഫോൺ വിളിച്ചപ്പോ ചേട്ടൻ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അയക്കുന്നു. ആണല്ലോ, ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണല്ലോ. മറ്റു ഭാഷകളിൽ നിന്നും നമ്മുടെ നേറ്റിവിറ്റിക്ക് അനുസരിച്ച് കഥയും തിരക്കഥയും മാറ്റി പുതിയ കഥയുണ്ടാക്കി ഡയലോഗ് സഹിതം എന്റെ പേര് വെക്കാതെ വിൽക്കുന്ന ഒരു പാവം എഴുത്തുകാരൻ. നിങ്ങൾക്കത് ഏതു പേരിൽ വേണമെങ്കിലും സിനിമയാക്കാം. ഞാൻ കാരണം എന്തൊക്കെ ലാഭമാണെന്ന് നോക്കിയേ. സമയം കളയണ്ട, കഥ എഴുതണ്ട, ചെറിയ പൈസക്ക് കിട്ടും. പിന്നെ ഇഷ്ടപ്രകാരം എന്തു മാറ്റവും വരുത്താം. ആരോടും ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഇത്ര എളുപ്പത്തില് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും? അടിച്ചു പറ്റിയ പ്രശ്നാവില്ലേ? ഇതുപോലെ എത്ര സിനിമകള് കഴിഞ്ഞ 4 വർഷം കൊണ്ട് 40 സ്ക്രിപ്റ്റ് ഞാൻ കൊടുത്തേക്കണത്. ഒരാളും ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കി. പിന്നെ സിനിമ തീരണ വരെ കഥ ആരോടും പറയരുത്. അതെന്താ അങ്ങനെ? അല്ല, നമ്മൾ പല ഭാഷകളിൽ എടുത്താണല്ലോ ഈ സിനിമ ഇങ്ങനെ ചെയ്യണത്. അപ്പോ കഥകൾ തമ്മിൽ ചിലപ്പോ ഒന്ന് ക്ലാഷ് ആവും. പിന്നെ ആരെങ്കിലും പോയിട്ട് സ്വന്തം കഥയെന്ന് പറഞ്ഞ് കേസ് കൊടുത്താലാ? അതിനുവേണ്ടിയാണ് ഞാൻ മുൻകൂട്ടി ഇപ്പൊ കാര്യം പറഞ്ഞത്. ചേട്ടാ, ഇപ്പൊ ടോട്ടൽ എത്ര സ്ക്രിപ്റ്റ് ചേട്ടൻ്റെ? നിങ്ങൾക്ക് ഒരു സിനിമയല്ലേ വേണ്ടത്? നിങ്ങൾ നോക്കുന്ന സബ്ജക്ട് പറ. പ്രണയം, അയ്യോ പീബിൾസും, അമ്മടി, ആക്ഷൻ, ത്രില്ലർ, കോമഡി, അവാർഡ് ഒഴിച്ച് എല്ലാ സ്ക്രിപ്റ്റും എന്റെ കയ്യിലുണ്ട്. അതെന്താ അവാർഡ് സബ്ജക്ട് മാത്രമേ ഇല്ലാത്ത? അല്ല, നമ്മൾ ഈ ചൈന, ജപ്പാൻ, കൊറിയ അങ്ങനെയുള്ള പടങ്ങളൊക്കെ എടുത്തിട്ടാണല്ലോ മലയാളത്തിലേക്ക് ആക്കണത്. ഇവരൊക്കെ ഇത് അഡ്വാൻസ് ആയിട്ട് ഇപ്പോഴേ അവാർഡിന് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മളിത് കൊണ്ട് പുറകെ ചെല്ലുമ്പോൾ കേസായി, കുട്ടീശ്വരായി, കിട്ടിയ അവാർഡ് തിരിച്ചു വാങ്ങി ആകെ ചമ്മി നാറി ബ്ലീച്ചായി പോകും. അതുകൊണ്ടാണ്. ഇനി പറ, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാ വേണ്ടത്? നമുക്ക് വേണ്ടത് ഒരു മിനിമം ഗ്യാരണ്ടി സബ്ജക്റ്റാ. എന്നാ നമുക്ക് ഫാമിലി കോമഡി ഡ്രാമയാണ് നല്ലത്. അതാകുമ്പോ എല്ലാവരുടെ അറ്റൻഷൻ കിട്ടും. മിനിമം 100 ദിവസം ഉറപ്പാ. ചേട്ടാ, ഇപ്പൊ അതിന് പറ്റിയ സബ്ജക്ട് ഏതുണ്ട്? അതിന് പറ്റിയ ഒരു സബ്ജക്റ്റ് ഉണ്ട്. സംഭവം കൊറിയനാണ്. ഒരു വീട്ടിലെ വേലക്കാരിയെ പ്രണയിക്കുന്ന ഒരു പയ്യൻ. പക്ഷെ ഇതിന് വേറെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാ, ഈ വേലക്കാരത്തിന്റെ ഭർത്താവാണ് ചേട്ടൻ. സ്വന്തം ചേട്ടൻ. അത് വേണ്ട, മേലേപ്പറമ്പിന്റെ ഫാദറാക്കാം. അപ്പൊ അത് വന്നിട്ടുണ്ടല്ലേ? അത് ശരി. അപ്പൊ നമ്മൾ മാത്രല്ല, കൊറിയക്കാർ അങ്ങോട്ടും കട്ടെടുക്കുന്നുണ്ട്. അതല്ലല്ലോ അങ്ങനെയാണ്. ഒരു പാലിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും കൊണ്ട് വേണമെന്നാണല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനത്തെ സ്ക്രിപ്റ്റ് വേണമെന്ന് പറയണത്? ചേട്ടാ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഹരി എന്ന് പറഞ്ഞ പടമില്ലേ, കംപ്ലീറ്റ് ഇങ്ങനെ കോമഡി ഹ്യൂമർ ഒക്കെ ഉള്ള ആ ഒരു മൂഡിൽ ഇങ്ങനെ കിട്ടിയ. അപ്പൊ 90-ലെ കോമഡി അല്ലേ വേണ്ടത്? അങ്ങനെയല്ല, മനസ്സിലായി. നമുക്കൊരു എന്താ പറയാ, ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്ട് കിട്ടിയാൽ നന്നായിരുന്നു. ഒരു ന്യൂ ജനറേഷൻ സ്റ്റോറി ഉണ്ടായിരുന്നു. കിട്ടിപ്പോയി. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, തോട്ടിക്കുള്ളിലെ പ്രണയം. ഒരു സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നിട്ട് ഈ ചെക്കനും പെണ്ണും മാറിപ്പോയിട്ടുള്ള സബ്ജക്റ്റ് ആണിത്. ഫുൾ കോമഡി ത്രില്ലിംഗ് ആണിത്. കൊള്ളാം. കേൾക്കുമ്പോൾ തന്നെ ഒരു ഹരമുണ്ട്. ചേട്ടാ, ഈ ചെറുക്കനും പെണ്ണും പൊക്കോളനായി തോട്ടികള് അങ്ങനെ പേരിട്ട്? അതല്ല, ഈ ചെക്കനും പെണ്ണും പടത്തിൽ 5 പാട്ടുണ്ട്. ഈ 5 പാട്ടും പറമ്പിൽ ഫുൾ തോട്ടി കുത്തി വെച്ചിട്ട് അതിന്റെ ഇടയിൽ കിടന്നാണ് ഇവർ പാടുന്നത്. അത് മാത്രമല്ല, ക്ലൈമാക്സിൽ ഇവരെ വന്ന് പോലീസ് പിടിക്കുന്നത് തോട്ടിട്ട് കൊളത്തി പിടിച്ച് വലിക്കണേ. അതാണ് തോട്ടി അങ്ങനെ ഇട്ടേക്കണത്. നോക്കണ്ട ചേട്ടാ, ഞങ്ങളെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഞങ്ങൾ പറയാം. ഓക്കെ, മതി. പക്ഷേ ആദ്യം കാശ് തരുന്ന ആരോ ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കും. നിങ്ങൾക്ക് വേറെ സ്റ്റോറി സെലക്ട് ചെയ്യാം. അല്ല ചേട്ടാ, ഓക്കെയാണ്. മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയാം. അതാണ്. നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഇതൊക്കെയാണ്. പലരും ഫോറിൻ പടം കണ്ട് ഇൻസ്പയർ ആയിട്ട് പടങ്ങൾ ചെയ്യണം. ഞാൻ ആളെ ഇരുത്തി കുടിൽ വ്യവസായം പോലെ ആ ഭാരം കുറച്ച് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു. അത്രേ ഉള്ളൂ. ചേട്ടാ, പറയാതിരിക്കാൻ വയ്യ. ചേട്ടാ ഒരു സംഭവമാണ് ചേട്ടാ. ഇതൊക്കെ എന്താ സിനിമയിൽ ഇതൊക്കെ സാധാരണല്ലേ? എന്തൊക്കെ അടിച്ചു മാറ്റണം? ഇതൊരു സ്ക്രിപ്റ്റ്, അത്രേ ഉള്ളൂ. അഡ്വാൻസ് 25,000 തരുമ്പത്തേക്ക് 1 ലൈൻ അങ്ങോട്ട് തരും. മുഴുവൻ വായിച്ച് ഇഷ്ടപ്പെട്ട 2 ലക്ഷം രൂപ. 2 ലക്ഷം എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലല്ലേ? ഒരു കുറച്ചുകൂടെ കുറക്കാം. പക്ഷെ അതിനനുസരിച്ച് സീനുകളും കുറയും. ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ റൂം എടുത്തിരിക്കുന്ന വാടക മാത്രം വരെ ഈ പറഞ്ഞ പൈസ. ഇതിപ്പോ ഫുൾ സ്ക്രിപ്റ്റ് അല്ലേ? ബുദ്ധിരാക്ഷസന്മാർക്കുള്ളതാണ് സിനിമ. അവിടെ സ്മാർട്ട് വർക്കാണ് കൂടുതൽ.
മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് 2 മണിക്കൂർ കാണികളെ സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ ചിന്തിപ്പിക്കണം. അല്ലാതെ നമ്മുടെ മാനസിക തൃപ്തിക്ക് വേണ്ടിയിട്ട് പടം എടുത്തിട്ട് എന്താ കാര്യം? എന്താ കാര്യം? ഒരു കാര്യമില്ല. നമ്മുടെ കയ്യിലെ കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിട്ട് ടിക്കറ്റിന്റെ കാശ് പോയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? അതാണ്. പിന്നെ മേക്കിംഗ് നന്നായി കഴിഞ്ഞാ പഴയ വീഞ്ഞ് നമുക്ക് പുതിയ കുപ്പിയിലാക്കാം. അല്ലേട്ടാ, ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലേ പടം തീരണ വരെ ചേട്ടന്റെ സപ്പോർട്ട് ഉണ്ടാവാതെ. അത് ഓർത്ത് പേടിക്കണ്ട. കാശിന്റെ കാര്യത്തിൽ മാത്രമേ വിട്ടുവീഴ്ചയില്ലാത്തുള്ളൂ. സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. കൂടുതൽ സീൻ വേണമെങ്കിലോ മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ കാശ് വേണ്ട. പക്ഷേ ചാർട്ടിങ്, പകർത്തിയെഴുത്ത് അങ്ങനെ എന്തെങ്കിലും വന്നാ ഡെയിലി ബാറ്റയ്ക്ക് ഞാൻ ഒരാളെ തരാം. ചേട്ടാ ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനല്ല. ചേട്ടന്റെ അഡ്വാൻസ് ഒരു 25,000 രൂപ. അല്ല, പെട്ടെന്നെങ്ങാനും നിങ്ങളുടെ മനസ്സ് മാറിയാലെന്ന് ഓർത്താ. അടിപൊളി. ശരി ചേട്ടാ. നിങ്ങൾ ആദ്യം ഇതിന്റെ 1 ലൈൻ വായിക്കും. സീൻ ഓർഡർ ഇതിലുണ്ട്. ഓക്കെ ആണെങ്കിൽ കാശ് വന്നു, ഫുൾ സ്ക്രിപ്റ്റ് വാങ്ങിച്ചോ. ചേട്ടാ, എന്താടാ? ഈ ലാലേട്ടനെ പറ്റി എന്തെങ്കിലും സ്ക്രിപ്റ്റ് ചേട്ടൻ്റെ കയ്യിലുണ്ടോ? അല്ല, നിങ്ങളുടെ പടത്തിൽ ലാലേട്ടനല്ല. അല്ല, ഞാൻ ലാലേട്ടന്റെ വലിയൊരു ഫാനാണ്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ലാലേട്ടന്റെ അടുത്ത് കഥ പറഞ്ഞ് പുള്ളിയായിട്ടൊന്ന് സംസാരിക്കല്ലോ, അതുകൊണ്ടാണ്. ഏട്ടാ, അങ്ങനെയാണെങ്കിൽ എനിക്ക് മമ്മൂക്കയ്ക്ക് പറ്റിയ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് പറ്റിയ സ്കെച്ച് ചെയ്യാനിട്ടിട്ടുണ്ട്. അല്ല, സ്ക്രിപ്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. തൽക്കാലം നിങ്ങൾ ഇത് കൊണ്ട് വായിക്കും.